എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കാണുകയുണ്ടായി. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി സ്റ്റേജിൽ വെച്ച് അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ. പുറമേ നിന്ന് കാണുമ്പോൾ സത്യത്തിൽ നമുക്കതിൽ വലുതായിട്ടൊന്നും തോന്നില്ല. എന്നാലും അത് ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു വേദന മനസ്സിലാവും. എൻ്റെ ജീവിതത്തിൽ ഞാനത് ഒരുപാട് അവസരങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കത് വല്ലാതെ ഒന്ന് ടച്ചായൊരു വീഡിയോ ആണ് സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യർ പലപ്പോഴും മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അല്ലാത്ത രീതിയിൽ നോക്കിയാൽ നമ്മളെക്കാളും ബെറ്ററാണ് സത്യത്തിൽ ഇന്ന് മൃഗങ്ങളെന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, മൃഗങ്ങളെക്കാളും കുറച്ച് ബുദ്ധിയും വിവരവും വിവേകവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് തന്നെയും. മറ്റൊരു കാര്യം പറഞ്ഞാൽ ഭൂമിയിൽ നമ്മുടെ ദൈവം പലവിധമായ വർഗ ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലൊരു വർഗം മാത്രമാണ് മനുഷ്യനെന്ന് പറയുന്നതും. അതുമാത്രമല്ല, എന്താ പറയുക, പലവിധ വർഗത്തിൽ രണ്ട് ജാതിയിലാണ് ദൈവം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു ആണെന്ന ജാതിയും പെണ്ണെന്ന ജാതിയിലും രണ്ട് വിധത്തിലാണ് ദൈവം ഈ സൃഷ്ടിയിൽ ജാതികളെ സൃഷ്ടിച്ചിട്ടുള്ളത്, പെണ്ണും ആണുമായിട്ട്. പക്ഷേ ഇന്ന് മനുഷ്യൻ പല രീതിയിലും ജാതിയെ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർക്ക് നേട്ടങ്ങളുണ്ടാക്കാനും എന്താ പറയുക, ജോലി ചെയ്യാതെ ജീവിക്കാനുമുള്ളൊരു സിസ്റ്റമായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് എന്നതും മറ്റൊരു വസ്തുതയാണ്. അത് അവിടെ നിൽക്കട്ടെ, അതിലോട്ട് നമ്മൾ കിടക്കണ്ട. ഇപ്പോൾ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ മനുഷ്യൻ ഈ മൃഗങ്ങളിൽ നിന്ന് ഇത്രയും അധികം വ്യത്യസ്തമായിരുന്നിട്ട് പോലും ഈ ഒരു തരം താണ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പറയുകയാണ്. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, മനുഷ്യന് പലപ്പോഴും അഭിനയിക്കുവാനുള്ളൊരു കഴിവെന്ന് പറയുന്നത് വല്ലാത്തൊരു കഴിവാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു കാഴ്ച കാണുകയുണ്ടായി. ഒരു അവാർഡ് വിന്നിംഗ് പെർഫോമൻസ് നടത്തുന്ന നമ്മുടെ മേയറുടേതായൊരു കാഴ്ച. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവത്തിന് കാരണക്കാർ എന്ന് പറയുന്നതേ ആ ഒരു കോർപ്പറേഷനും അതിന് കീഴിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുമാണ്. അല്ലാതെ ശുചീകരണ തൊഴിലാളികളെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യൻ കൈവയ്ക്കാൻ അറയ്ക്കുന്ന ആ ഒരു എന്താ പറയുക, കനാലിൽ ഇറങ്ങി അത്രയും ആത്മാർത്ഥമായി അധ്വാനിച്ച ആ ഒരു അഗ്നിശമന സേനാംഗങ്ങൾക്കുള്ളൊരു സല്യൂട്ട് കൂടി ഈ സമയത്ത് കൊടുക്കുകയാണ്. കാരണം ഒരു രീതിയിലും ഒരു വ്യക്തികളും അതിലിറങ്ങില്ല. അത്തരത്തിലുള്ളൊരു ഒരു ഗതികെട്ട ജലത്തിലാണ് അവരത്രയും അധികമായിട്ട് സ്വന്തം ജീവനും ആരോഗ്യത്തെ പോലും നോക്കാതെ രാപകലില്ലാതെ അധ്വാനിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട, അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു കാര്യം തെറ്റിയും പോകും. സോ നമുക്കിങ്ങോട്ട് വന്നാൽ, ഈ ഒരു വ്യക്തി കാണിച്ച ഒരു എന്താ പറയുക, ഒരു മനുഷ്യത്വമില്ലാത്ത കാര്യം, അത് എന്നെ അത്രയധികം ടച്ച് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിതത്തിൽ അത്തരം സാഹചര്യം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, അതിന് ചിരിച്ചുകൊണ്ട് നേരിട്ട ആസിഫ് അലി എന്ന നടനെ സത്യത്തിൽ ഒന്ന് ആലിംഗനം ചെയ്യേണ്ട കാര്യമുണ്ട്. അത്രത്തോളം അദ്ദേഹം ആ ഒരു സിറ്റുവേഷനെ ഒന്ന് മാറ്റിയെടുത്തു എന്നുള്ളത് സത്യമാണ്. അതിനുള്ള അയാളുടെ ആ ഒരു കഴിവും മനസ്സിനെയും സത്യത്തിൽ പ്രശംസിക്കാതിരിക്കാനും പറ്റില്ല. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം കാണിച്ച ആ ഒരു നെറുകേടെന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. കാര്യം അത് അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാഠിന്യവും നമുക്ക് മനസ്സിലാവും. അത്രയും അധികം ജനങ്ങളെ മുമ്പ് വെച്ച് അത്തരത്തിലൊരു രീതിയിലൊരു ഒരു തരംതാണ ഒരു പ്രവൃത്തിയായിപ്പോയി സത്യത്തിൽ. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് എതിരെ നിൽക്കുന്നയാളും നമ്മളെപ്പോലെ തന്നെ മാംസവും ശരീരവും മനസ്സും എല്ലാമുള്ളൊരു വ്യക്തിത്വമാണ്. അയാൾക്കുമുണ്ട് വികാരങ്ങളും വിചാരങ്ങളും സന്തോഷവും ദുഃഖവും വേദനകളുമെല്ലാം. സോ നമ്മളെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് അയാളെയും ബാധിക്കുന്നതെന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അയാളെ മുമ്പിൽ അത്തരത്തിലൊരു നെറികെട്ട പ്രവൃത്തി കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു. ഒപ്പം നമ്മൾക്കെതിരെ നിൽക്കുന്നവരുടെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യവും വരില്ല. സോ നമ്മൾ എന്താണോ അത് മാത്രം നമ്മൾ പ്രവർത്തിച്ചാൽ മതിയാവും. മറ്റൊരാളെ മുമ്പിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെ മറച്ചു വച്ചുകൊണ്ട് നമ്മൾ അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിയിൽ ജീവിക്കുക അല്ലേ. സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറേണ്ട കാര്യമില്ല. നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം. ആ വ്യക്തിത്വമായിരിക്കണം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അതിൽ നിന്നൊരു തരി പോലും നമ്മൾ പുറകോട്ട് പോകാനും പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതുവരെ ജീവിച്ചതിന് അർത്ഥമില്ലാതായി പോകും. സോ ഒരു കാര്യം മനസ്സിലാക്കുക, എതിരെ നിൽക്കുന്ന, അതായത്
നമുക്കൊപ്പം നിൽക്കുന്ന വ്യക്തിക്കും ഒരു എന്താ പറയുക മനസ്സും ശരീരവുമുണ്ട്, അയാൾക്കും ഒരു ജീവിതമുണ്ട്, അയാളും ഒരുപാട് രീതിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വരുന്നവരുമായിരിക്കാം ജീവിതത്തിൽ. ആ ഒരു സ്റ്റേജിൽ അയാൾ എത്തണമെങ്കിൽ തന്നെയും അത്രയും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും. സോ അത്തരത്തിൽ ആ ഒരു രീതിയിൽ അയാൾ വന്നെത്തിയിട്ട് അയാളെ ഒരു വിലയും കൊടുക്കാതെ തരം താഴ്ത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കാരണം എതിരെ നിൽക്കുന്ന ഇയാൾ ഒരുപക്ഷേ അയാളെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം. സോ അത് അയാളെ കഷ്ടപ്പെട്ട് വന്നതുമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും തനിക്കൊപ്പം നിൽക്കുന്നയാളും ഒരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും ഒരു വലിയവനാകുന്നതും. ഇന്നിപ്പോൾ അയാൾ ചെയ്ത ആ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് അയാൾ ലോകത്തിന് മുമ്പ് തന്നെ തലകുനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത് അയാൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നറിയില്ല. ഇനി അയാളത് ന്യായീകരിച്ച് വെളുപ്പിക്കാനും ഒരു പക്ഷേ ശ്രമിച്ചെന്നിരിക്കും. പക്ഷേ അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് അയാൾ ഉൾക്കൊള്ളുക. ഒപ്പം നമ്മളാകുന്ന മനുഷ്യവർഗവും അത് ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യവും കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഒരാൾ തരം താഴ്ത്താൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ഉപയോഗിക്കുക എന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല ഇതിൽ നിൽക്കുന്ന വ്യക്തിയും അയാളും ഒരു മനുഷ്യനാണ്, അയാൾക്കുമുണ്ട് ഒരു മനസ്സും ശരീരവും എന്നുള്ളതൊന്നും ഒരിക്കലും ആരും ഉൾക്കൊള്ളാറില്ല. ഞാനടക്കം ചിലപ്പോൾ ചെയ്തു പോകുന്ന കാര്യവുമായിരിക്കാം. അതുകൊണ്ട് കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കുക. നമ്മളെക്കൊണ്ടൊരാളെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ, ഒരു കൈ കൊടുത്ത് അയാളെ കരകയറ്റി വിടാൻ സാധിക്കുമെങ്കിൽ, അയാൾക്കൊരു സപ്പോർട്ടായി കൂടെ നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കുക. അതിനപ്പുറം ഒരാളെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരിക്കുവാൻ ശീലിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.